ഓക്കെ, ഗുഡ് ഈവനിങ്. ഫിസിക്കൽ കെമിസ്ട്രി ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഫിസിക്കൽ കെമിസ്ട്രി എന്താന്നുള്ളൊരു ഷോർട്ട് ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ ഒന്നുമില്ല, ലൈക് ഫിസിക്കൽ എന്ന് പറയുമ്പോൾ വേർഡിൽ തന്നെ ഉണ്ട്. എന്താണ് ലൈക് സംതിങ് ദാറ്റ് ക്യാൻ ബി ടച്ച് അല്ലെ. നമുക്ക് അവരുടെ ആ ഒരു എനി ഒബ്ജക്ട്സ് ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, അതിന്റെ സ്ട്രക്ചറോ അല്ലെങ്കിൽ ലൈക് കളർ, വിസിബിലിറ്റി, എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഫിസിക്കലി നമുക്കതിനെ അറിയാൻ സാധിക്കും. അപ്പം അത്തരം പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുക. സോ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എ മെറ്റീരിയൽ. ഓക്കെ, അപ്പം ഒരു മെറ്റീരിയലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് പറയാം. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, അതുപോലെ അതിന്റെ കളർ, ടെക്സ്ചർ, അല്ലെ, അങ്ങനെയുള്ള ഒരുപാട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെയുള്ള ഒരുപാട് പ്രോപ്പർട്ടീസുമായിട്ട് ഡീൽ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രിയാണ് ഫിസിക്കൽ കെമിസ്ട്രി. അപ്പൊ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമുക്ക് ഒരുപാട് പോർഷൻസ് ഒന്നും പഠിക്കാനില്ല, എന്നാൽ പോലും വളരെ ഡീപ്പായിട്ട് ചോദിക്കാറില്ല. പക്ഷെ സർഫസിൽ നിന്നാണ് കൂടുതലും ചോദിക്കാറ്. അപ്പം നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു വരുന്ന ടോപ്പിക്കുകൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ നെവർ മൈൻഡ് ആക്കി വിടാൻ പാടില്ല. കാരണം വളരെ സിമ്പിൾ ആയിട്ട് ഒരൊറ്റ സർഫസിലൂടെ റീഡിങ് വഴി ചിലപ്പം കിട്ടിപ്പോവാവുന്ന ഭാഗങ്ങളാണ്. അപ്പൊ നമ്മളത് ഒരിക്കലും ഒഴിവാക്കരുത്. എന്ത് ചെയ്യാം, ഇപ്പൊ തന്നെ, അതായത് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോട്ട്സ് ഒക്കെ ലൈക് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഞാൻ PPT ഷെയർ ചെയ്യുന്നുണ്ടാവില്ല, ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ അത് നോട്ട് ചെയ്യുക. ഓക്കെ, സോ ദി സബ് ബ്രാഞ്ചസ് ഇൻക്ലൂഡ് ഫോട്ടോ കെമിസ്ട്രി, സർഫസ് കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, ക്വാണ്ടം കെമിസ്ട്രി, സ്പെക്ട്രോസ്കോപ്പി, അങ്ങനെയുള്ള ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. സോ ഫിസിക്കൽ കെമിസ്ട്രി എന്താണെന്നുള്ളൊരു ധാരണ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വിസ്കോസിറ്റി. പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൽ തന്നെ ഏകദേശം വിസ്കോസിറ്റി എന്താന്നുള്ളത് ക്ലിയർ ആണ് അല്ലെ. ലൈക് ഫസ്റ്റ് പിക്ചറും സെക്കൻഡ് പിക്ചറും തമ്മിലുള്ള വിസിബിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് പറയാൻ പറ്റുമോ? ലൈക് ഒന്ന് ബ്ലൂ ആണ്, ഒന്ന് ബ്രൗൺ ആണ് എന്ന് പറയരുത്. ലൈക് എനി അതർ ഡിഫറൻസ്? അതെ, ഏതായിരുന്നു അത്? ഫ്ലോ ബ്രൗൺ. വെരി ഗുഡ്. നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ്, അതായത് ലൈക് സ്മോൾ ഒരു എന്താ, അതിന്റെ ഫ്ലൂയിഡിറ്റി കുറച്ച് കുറവാണ് അല്ലെ. കുറച്ചൊരു തിക്ക് ആയിട്ടാണ് അത് ആ ഒരു പിക്ചറിൽ തന്നെ ഫ്ലോ ചെയ്യുന്നത്. മറ്റത് കുറച്ചും കൂടെ വാട്ടറിയാണ്. ഇതിൽ തന്നെ, അതായത് വിസ്കോസിറ്റി എന്താന്നൊരു തരം ധാരണയൊക്കെ ഉണ്ടാകും. ഏതായിരിക്കും ഇപ്പൊ വിസ്കസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്? വോട്ട് യു തിങ്ക്? ഇനി വോയിസ് ആയിട്ട് പറയാൻ മടിയുള്ളവർക്ക് യു ക്യാൻ ഷെയർ ത്രൂ ദി ചാറ്റ് ഓൾസോ കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ള കട്ടി കൂടിയതാണോ വിസ്കസ്? ആണോ? ആണെന്നാണോ അതോ എന്നോടാണോ എന്നാണോ ചോദിച്ചത്? ആണോ? കുറച്ചുകൂടി ഡെൻസ് ആയിട്ടുള്ളത്. അതെ, കുറച്ചും കൂടി ഡെൻസ് ആയിട്ട്, കുറച്ചും കൂടെ തിക്കായിട്ട്, അതായത് കുറച്ച് ഫ്ലോ ചെയ്യാനൊക്കെ കുറച്ച് മടിയുള്ള ടൈപ്പ് ആളുകളെയാണ് നമ്മൾ വിസ്കസ് അല്ലെ, വിസ്കസ് ഫ്ലൂയിഡ് എന്നൊക്കെ വിളിക്കും. അപ്പൊ വാട്ടറും ഓയിലും കമ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഓയിലാണ് മോർ വിസ്കസ്, വാട്ടർ എന്ന് പറയുന്നത് ലെസ് വിസ്കസ് ആണ്. ഓക്കെ, സോ പിക്ചർ ഓർത്തിരിക്കുക എന്താണ് വിസ്കോസിറ്റി എന്നുള്ളത്. അപ്പം ഇതിൽ നിന്ന് തന്നെ, അതായത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മൂന്ന് കാര്യങ്ങൾ പറയാം. എന്താണ് വിസ്കസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്? കുറച്ച് കട്ടി കൂടുതലാണ് അല്ലെ. എന്താ, അതിന്റെ ഫ്ലൂയിഡിറ്റി കുറവാണ്, അതായത് മൂവ്മെന്റ് കുറവായിരിക്കും, കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും, കുറച്ചുകൂടെ മടിയന്മാരായിരിക്കും അവർക്ക് മൂവ് ചെയ്യാനായിട്ട്. സോ എന്ത് കാര്യമുണ്ട്, വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡിറ്റി നേച്ചർ കുറവായിരിക്കും, റെസിസ്റ്റൻസ്, അതായത് ഒരു തടസ്സം ഉണ്ടാവും. മൂവ് ചെയ്യും, എവിടെ മൂവ് ചെയ്താലും അവർക്കൊരു തടസ്സം ഉണ്ടാവും. സോ റെസിസ്റ്റൻസ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. സോ ഒബ്വിയസ്ലി ഫ്ലൂയിഡിറ്റി കുറവായി. ഓക്കെ, സോ ഒരു definition a measure of the resistance of a liquid offers to its flow. അതിന്റെ ഫ്ലോയിലേക്ക്, അതായത് ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്ത് ലിക്വിഡ് ആയിക്കോട്ടെ, അത് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫ്ലോ, അത് നടന്നു പോവുക അല്ലെങ്കിൽ അത് ഒഴുകി പോകുന്നതിന് തടയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിന്റെ ഒരു മെഷർ ആണ് ആക്ച്വലി വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ മെഷർ ഓഫ് റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസിന്റെ മെഷർ ആണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? എന്താണ് വിസ്കോസിറ്റി എന്നുള്ള ഒരു ഡെഫിനിഷൻ?
ഓക്കെ ഓക്കെ. ഇനി ആ ഒരു പിക്ചറിൽ അതൊരു ഒരു ഒരു മൂവിങ് ഫ്ലൂയിഡ് ആലോചിക്കുക. അതായത് ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ആ ഒരു ആരോ മാർക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ആ മൂവ്മെന്റിന്റെ ഒരു ഫോഴ്സ്, ലൈക് ഒരു ഓട്ടോമാറ്റിക്കലി ഒരു ഫോഴ്സ് ഇങ്ങനെ ആ ഡയറക്ഷനിലേക്ക്, അതായത് ഏത് ഡയറക്ഷനിലേക്കാണോ മൂവ് ചെയ്യുന്നത് ആ ഒരു ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റേഷനറി ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ അപ്രോപ്പറോ ആയിട്ട് വരച്ചിട്ടുണ്ട് അല്ലെ. ഒരു ഇമാജിനറി ലൈൻ ആണെന്ന് സങ്കല്പിച്ചാൽ മതി. സോ ഈ ഒരു ഗ്ലാസ് ട്യൂബിന്റെ രണ്ടറ്റം, അതായത് അതൊരു സ്റ്റേഷനറി ഫേസ് ആണല്ലോ, അതിന്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു ലിക്വിഡ് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഇടയിൽ അവിടെയുള്ള ഒരു വെലോസിറ്റി ഗ്രേഡിയന്റ് ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ is equal to eta into dv by dx. ഒന്നുമില്ല, dv by dx. ഇപ്പം നമ്മൾ ഡിഫറൻഷിയേഷൻ ഒക്കെ ചെറിയ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇതെന്ന് പറയുന്നത് ചേഞ്ച് ആണ്. ഓക്കെ, എവിടെ ഡി കണ്ടാലും ഓർത്തോളുക, ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ചേഞ്ച്. അല്ലെങ്കിൽ ഡെൽറ്റ ഡി എന്നൊക്കെ പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഒരു ചേഞ്ച് ആണ്, dv by dx. ഓക്കെ, ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്നത് അവിടെ ഒരു യൂണിറ്റ് ഏരിയയിലുള്ള ഒരു ഷിയറിംഗ് ഫോഴ്സ് ആണ് ഈ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്നത്. അതിന് ഷിയറിംഗ് സ്ട്രെസ് എന്നും വിളിക്കാം. ഓക്കെ, സോ ഈ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്ന ക്വാണ്ടിറ്റീനെ നമുക്ക് എന്തും വിളിക്കാം, ഷിയറിംഗ് സ്ട്രെസ് എന്നും വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, ആൻഡ് ഈറ്റ, ഈ എൻ പോലെ എഴുതിയിരിക്കുന്നത് ദാറ്റ് ഇസ്, അതാണ് നമ്മുടെ ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ, ദാറ്റ് ഇസ് ഈറ്റ. ഓക്കെ, സോ ഈറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് ആൻഡ് dv by dx എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഡി എന്ന് പറയുന്നത് ചേഞ്ച് ആണ്, ചേഞ്ച് ഓർ ഡിഫറൻസ്. ഓക്കെ, വി എന്ന് പറയുന്നത് വെലോസിറ്റി ആൻഡ് ജി ബൈ ജി എക്സ് എന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഫിഷൻ ഡിഫറൻസ് ആണ്. അതായത് ഇപ്പം രണ്ട് ലെയർ തമ്മിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ആണ് എക്സ് ഡിസ്റ്റൻസ് ആണ് എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഇക്വേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ദാറ്റ് ഇസ് ഷിയറിംഗ് സ്ട്രെസ് is directly proportional to that change in velocity എന്നാണ് ഉദ്ദേശം. അതായത് ആ രണ്ട് ഒരു ഗ്ലാസിന്റെ ഇടയിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാൻ എടുക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, ആ സ്ട്രെസ് എന്ന് പറയുന്നത് ആ ഫ്ലൂയിഡ് പാസ് ചെയ്യുന്ന ആ ഒരു യൂണിറ്റ് ഡിഫറൻസിൽ പാസ് ചെയ്യുന്ന ആ വെലോസിറ്റിയുടെ ചേഞ്ചിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം എത്തിയ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്, dv by dx. ആ dv by dx എന്ന് പറയുന്നത് എന്താന്ന് നമ്മൾ പറഞ്ഞു, ദാറ്റ് ഇസ് ഡിഫറൻസ് ഇൻ വെലോസിറ്റി ബിറ്റ്വീൻ ടു ലെയേഴ്സ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് dx. ഓക്കെ, സോ ഷിയറിംഗ് സ്ട്രെസ് ഇസ് ഡയറക്റ്റ്. അപ്പൊ ഷിയറിംഗ് സ്ട്രെസ്സിനെ നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്തു, ഒന്നും കൂടെ അതിനെ ഡിറൈവ് ചെയ്തു. എന്താണ് സംഭവം എന്നുള്ളത്, ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കൊടുക്കുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. സോ ഫോഴ്സ് ബൈ ഏരിയ ആണ് സ്ട്രെസ്. സോ ദാറ്റ് ഇസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഫോഴ്സ് ബൈ ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു dv by dx എന്നായിരുന്നു. അപ്പം എപ്പോ ആണെങ്കിലും നമ്മൾ ഇക്വേഷൻസ് ഒക്കെ എഴുതും പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നുള്ളതിനെ ആ ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സിമ്പിൾ മാറ്റുന്ന സമയത്ത് ഇക്വൽ ടു എന്ന് കൊടുക്കുമ്പോൾ നമ്മളൊരു കോൺസ്റ്റന്റ് കൊടുക്കും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ. ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു കോൺസ്റ്റന്റ് ആണ് എന്ത്, നമ്മുടെ ഈറ്റ. ഓക്കെ, സോ ദാറ്റ് ഈറ്റ ഇസ് കോൾഡ് വിസ്കോസിറ്റി. ഓക്കെ, സോ നമ്മളിപ്പോ ഇവിടെ വിസ്കോസിറ്റി പറഞ്ഞു. വിസ്കോസിറ്റിന്റെ കൂടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ് ഫ്ലൂയിഡിറ്റി. ഓക്കെ, സോ വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡിന് എന്ത് കുറവാണ് നമ്മൾ പറഞ്ഞു, വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡിന് ഫ്ലൂയിഡിറ്റി കുറവാണ്, അതായത് മൂവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കുറവാണ് അല്ലെ. സോ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് എക്സ്പ്രസസ് ദ ടെൻഡൻസി ഓഫ് എ ലിക്വിഡ് ടു ഫ്ലോ അല്ലെ. ഒരു ലിക്വിഡിന് ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. സോ സി അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഫ്ലൂയിഡിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഫൈ. ഓക്കെ, ഇതാണ് സിമ്പിൾ ഓഫ് ഫ്ലൂയിഡിറ്റി. ആൻഡ് അതെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by ഈറ്റ, വിച്ച് മീൻസ് ഈറ്റ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, സർഫസ് ടെൻഷൻ. ഇനി ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, ആ കാര്യവും ഇതും ഈ ഇക്വേഷനും ഒന്ന് കണക്ട് ചെയ്ത് പറയാൻ പറ്റുമോ, ഈറ്റയും ഫൈയും തമ്മിൽ ആർക്കെങ്കിലും?
Inversely proportional. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. Inversely ഇൻവേഴ്സ്ലി proportional. അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് എന്താണ് സർഫസ് ടെൻഷൻ കൂടുതൽ, വിസ്കോസിറ്റി, ഞാൻ സർഫസ് ടെൻഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഇസ് വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ അവിടെ എന്തായിരിക്കും, ദിസ് ഫ്ലൂയിഡിറ്റി വിൽ ബി ലെസ്. ഓക്കെ, ഫ്ലൂയിഡിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ഫൈ എന്ന് പറയുന്ന വേർഡ്. നമ്മൾ ചിലപ്പം നമുക്ക് പറ്റാവുന്ന ഒരു തെറ്റെന്ന് വെച്ചാൽ ഫ്ലൂയിഡിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആൻസർ ചെയ്യുകയായിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന ടേം പാടെ ഒഴിവാക്കി ഈ ഒരു സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും, അല്ലെ? അപ്പൊ അറിഞ്ഞിരിക്കുക, ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത് വിസ്കോസിറ്റിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡെനോട്ട്സ് ദിസ് ഫ്ലൂയിഡിറ്റി. ഓക്കെ, ഫൈ എന്ന് പറയുന്ന സിമ്പിൾ ആണ് റെപ്രസെന്റിങ് ദിസ് ഫ്ലൂയിഡിറ്റി. ഇനി ഒരു കൊളോയിഡൽ സൊല്യൂഷന്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ട്രൂ സൊല്യൂഷൻസിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, അത് എപ്പോഴും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കുക. ആൻഡ് വിസ്കോസിറ്റിന്റെ യൂണിറ്റ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് പോയ്സൺ. ആൻഡ് പോയ്സ്ലി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് അതിലേക്ക് എത്തിയത്. സോ അദ്ദേഹത്തോടുള്ള ഒരു റെസ്പെക്ട് എന്നൊക്കെ പറയാം. അത് വെച്ചിട്ടാണ് നമ്മൾ വിസ്കോസിറ്റിന്റെ യൂണിറ്റ് പോയ്സായിട്ട് കണ്ടുപിടിച്ചത്. ഓക്കെ, സോ അത് ഓർത്തിരിക്കുക. ആൻഡ് സോ സയന്റിസ്റ്റിന്റെ നെയിം ഓർത്തിരിക്കുക. ആൻഡ് ഈ പോയ്സി, 1 പോയ്സി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു ജൈൻസ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഫ്ലൂയിഡിറ്റി വരെ ട്രൂ സൊല്യൂഷൻസ് എന്തോ ട്രൂ സൊല്യൂഷൻസ് കൊളോയിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പം സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം ലയോഫിലിക് സൊല്യൂഷൻസ്, ഒരു വാട്ട് ഈസ് എ സൊല്യൂഷൻ ആക്ച്വലി? എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്? ഒരു സൊല്യൂട്ടും പറഞ്ഞോളൂ. ഒരു സൊല്യൂട്ടും സോൾവെന്റും കൂടെ ചേരുമ്പോൾ ഉണ്ടാവുന്ന സൊല്യൂഷൻ. യെസ്, ഉണ്ടാകുന്നതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടറിനായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു സോൾട്ട് പ്ലസ് വാട്ടർ സോൾട്ട് സൊല്യൂഷൻ ഫോം ചെയ്യും, അല്ലെ? ഒരു ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിലുള്ള എല്ലാ സൊല്യൂട്ട്സും, ഓക്കെ, അതെല്ലാം, അതായത് ഇപ്പൊ ഞാനൊരു വാട്ടറിൽ സോൾട്ട് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ആ സോൾട്ട് ആണ് അതിൽ സൊല്യൂട്ട് എന്ന് പറയുന്നത്. അതിൽ വാട്ടർ ആണ് സോൾവെന്റ് എന്ന് പറയുന്നത്. ഈ സൊല്യൂട്ട് നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യും, അല്ലെ? പിന്നെ നമുക്ക് നോക്കുമ്പോൾ അതിൽ സോൾട്ട് കാണാൻ പറ്റും? ഇല്ല, അത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയി വാട്ടറുമായിട്ട് ഡിസോൾവ് ആയി ഒരു സിംഗിൾ സൊല്യൂഷൻ ആയിട്ട് കിടക്കും, അല്ലെ? സോ ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദാറ്റ് വിച്ച് കംപ്രൈസസ് all the particles in correct composition. എല്ലാ പാർട്ടിക്കിൾസിനെയും കറക്റ്റ് കോമ്പോസിഷൻ ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ഒരു വാട്ടർ, ഈ ഒരു സോൾട്ട് സൊല്യൂഷന്റെ ഏത് ഭാഗത്തുനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും സിമിലർ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. വിച്ച് മീൻസ് അതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെയാണ്, അല്ലെ? അതുപോലെ തന്നെ എല്ലാ സൊല്യൂട്ടും പ്രോപ്പർലി ഡിസോൾവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്തരം സൊല്യൂഷൻസിനെയാണ് നമ്മൾ ട്രൂ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഹോമോജീനസ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു റിയൽ സൊല്യൂഷൻ എന്നൊക്കെ പറയും. ഓക്കെ, ദാറ്റ് ഈസ് ട്രൂ സൊല്യൂഷൻ. ഇനി കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുമ്പം കറക്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ആക്ച്വലി ഈ കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. അപ്പൊ ഇവിടെ പാർട്ടിക്കിൾ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ സൊല്യൂഷൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി സൊല്യൂഷൻ എന്ന് പറയുന്നത് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ ട്രൂ സൊല്യൂഷൻ, രണ്ടാമത് ഇപ്പൊ നമ്മൾ പറഞ്ഞ കൊളോയിഡൽ സൊല്യൂഷൻ, ആൻഡ് തേർഡ് വൺ ഇസ് സസ്പെൻഷൻ. ഓക്കെ, ട്രൂ സൊല്യൂഷൻ ഇപ്പം അതിലുള്ള പാർട്ടിക്കിൾസിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് സൊല്യൂഷൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഒരു 10⁻⁻7 സെന്റിമീറ്ററോളം, അതായത് ആ ഒരു കണക്കാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. 10⁻⁻7 സെന്റിമീറ്റർ പാർട്ടിക്കിൾ സൈസ് അതിലും കുറവാണെങ്കിൽ ഇറ്റ് ഈസ് എ ട്രൂ സൊല്യൂഷൻ. കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് -7 to -5 ഇടയിൽ വരുന്നത്. ആൻഡ് ഈ -5 കൂടുതലാണെങ്കിൽ ദാറ്റ് ഈസ് പാർട്ടിക്കിൾ സൈസ് വളരെ കൂടുതലാണെങ്കിൽ സസ്പെൻഷൻ. ഓക്കെ, എപ്പോഴും ആലോചിക്കുക, ഒരു നമ്മുടെ സോൾട്ട് പ്ലസ് വാട്ടർ എന്ന് പറയുന്നത് ഒരു ട്രൂ സൊല്യൂഷനും
മിൽക്ക് ഉണ്ടല്ലോ, നമ്മള് മിൽക്ക് എന്ന് പറയുന്ന ഒരു കൊളോയിഡൽ സൊല്യൂഷനും ആൻഡ് ഒരു 1000 നാനോമീറ്ററിനേക്കാളൊക്കെ കൂടുതൽ സൈസ് പാർട്ടിക്കിൾ സൈസ് വരുന്നതാണ് സസ്പെൻഷൻ. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി നമ്മൾ വെള്ളത്തിൽ കുറച്ച് മണ്ണിട്ട് വെച്ച് എങ്ങനെ ഇരിക്കും, കുറെ കഴിഞ്ഞാലും അതിന്റെ ഒരു എങ്ങനെയാണ് അത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യില്ലല്ലോ, മണ്ണ് താഴെ അടിഞ്ഞു കിടക്കുന്നു എന്നേ ഉള്ളൂ. അതാണ് സസ്പെൻഷൻ എക്സാമ്പിൾ. ഓക്കെ, ചോദിച്ച ആൾക്ക് ക്ലിയർ ആണോ? സൊല്യൂഷൻ എന്താണ്, സൈസും കൂടെ ഒന്ന് പറഞ്ഞേക്കോ, സൈസ് ഒന്നുകൂടെ ഒന്ന് പറയൂ. ഓക്കെ ഓക്കെ, ലെസ് ദാൻ 1 നാനോമീറ്റർ ആണെങ്കിൽ ട്രൂ സൊല്യൂഷൻ അങ്ങനെ പഠിച്ചാൽ മതി. ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 നാനോമീറ്റർ. കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ സൈസസ് ബിറ്റ്വീൻ 1 to 1000 നാനോമീറ്റർ, അതായത് കുറച്ചും കൂടെ സൈസ് കൂടി. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ. നേരത്തെ പറഞ്ഞ 10⁻⁵ ഒക്കെ സിമിലർ ആണ് കേട്ടോ. 10⁻⁷ സെന്റിമീറ്റർ എന്ന് പറയുന്നതാണ് 1 നാനോമീറ്റർ. അപ്പം അതിനനുസരിച്ചുള്ള കാൽക്കുലേഷൻ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. 1 നാനോമീറ്ററിനേക്കാളും കുറവാണെങ്കിൽ ട്രൂ സൊല്യൂഷൻ, 1 to 1000 നാനോമീറ്റർ ആണെങ്കിൽ കൊളോയിഡൽ സൊല്യൂഷൻ, സസ്പെൻഷൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1000. ഓക്കെ, സോ എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. സോൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ട്രൂ സൊല്യൂഷൻ ആണ്. മിൽക്ക് എന്ന് പറയുന്ന ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഈ സാൻഡ് പ്ലസ് വാട്ടർ. യൂണിറ്റിനെ കുറിച്ച് പറയാം. എന്തോ യൂണിറ്റിനെ കുറിച്ച് പറയൂ. പറയാം. വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പോയ്സെ, POISE ആണ്. അത് ഡൈൻസ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. നമ്മൾ വിസ്കോസിറ്റിന്റെ ഇക്വേഷൻ പഠിച്ചു അല്ലെ? വിസ്കോസിറ്റിന്റെ ഇക്വേഷൻ പഠിച്ചത് എന്തായിരുന്നു? F/A is equal to eta dV/dx അങ്ങനെയാണ് പഠിച്ചത്. അതിന് ഈ പറയുന്ന ഈറ്റേനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറുന്നു എന്ന് നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈറ്റേനെ ഈക്വൽ ടു എങ്ങനെ വരും? F/A into dx/dv അല്ലെ? ഇനി അതിന്റെ ഓരോന്നിന്റെ ഇപ്പൊ നമ്മള് ലൈക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ, ദാറ്റ് ഈസ് ജൈൻ പെർ സെന്റിമീറ്റർ സ്ക്വയർ ഇൻറ്റു സെന്റിമീറ്റർ ബൈ മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ ഏത് ഇക്വേഷൻ ഇപ്പൊ നിങ്ങൾക്ക് സപ്പോസ് എക്സാമിന് ഒരു ഇക്വേഷൻ അറിയാം, യൂണിറ്റ് അറിയില്ല അല്ലെങ്കിൽ ഓർമ്മയില്ല. ഓക്കെ, ഇക്വേഷൻ അറിയാമെങ്കിൽ നമ്മൾ പണ്ട് ഫിസിക്സിലൊക്കെ ഒരു യൂണിറ്റ് മെഷർമെന്റ് ഒരു ചാപ്റ്റർ പഠിച്ചിരുന്നു അല്ലെ? ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈറ്റേനെ, അതായത് ഏതിന്റെ ഇക്വേഷൻ ആണോ വേണ്ടത് അല്ലെ യൂണിറ്റ് ആണോ വേണ്ടത് അത് വെച്ചിട്ട് അതിന്റെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ആ ഒരു അതായത് ഇപ്പൊ ഓപ്ഷൻസ് 4 ഉണ്ടാവുമല്ലോ, നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് ഏകദേശം ഈ കട്ട് ചെയ്തൊക്കെ പോയിട്ട് നമ്മുടെ ഈ ഒരു ഓപ്ഷനിലുള്ളതിനോട് സിമിലർ ആയിട്ട് വരുന്ന ഏതാന്ന് നോക്കുക. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഒട്ടും ആൻസർ അറിയാത്ത കേസാട്ടോ. ഇക്വേഷൻ അറിയാം, യൂണിറ്റ് അറിയില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോൾ മാത്രം ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. എന്താണ് ഈറ്റ എന്ന് പറയുന്നത്? പോയ്സെ എന്ന് പറയുന്നത് ഡൈൻസ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. അതായത് രണ്ടും സിമിലർ, പോയ്സെ എന്ന് പറയുന്ന യൂണിറ്റ് അല്ലെങ്കിൽ ഡൈൻസ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഈ ഡൈൻസ് പെർ സെന്റിമീറ്റർ സ്ക്വയറിനോട് ഈക്വൽ തന്നെയാണ് 1 പോയ്സെ. ഓക്കെ, ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ബൈ ദി സയന്റിസ്റ്റ് പോയ്സെ. നമ്മളിപ്പോ എത്ര പേരാ ഉള്ളത് ഗ്രൂപ്പില്? ഒരു സെക്കൻഡ് മാം, ഒരു കാര്യം ചോദിച്ചോട്ടെ. വിസ്കോസിറ്റിക്ക് യൂണിറ്റ് ഉണ്ടോ? എന്തോ? വിസ്കോസിറ്റിന്റെ യൂണിറ്റ്? വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ആണ് പോയ്സെ. ഓക്കെ, ഫ്ലൂയിഡിറ്റിന്റെ യൂണിറ്റ് അല്ല. ഫ്ലൂയിഡിറ്റിന്റെ അല്ല അല്ലെ? അല്ല. വിസ്കോസിറ്റി ഓഫ് colloidal solution is higher than true solution. Units of viscosity is Poisson dynes per centimeter square. Okay. ഇനിയിപ്പോ നിങ്ങളോട് ഫ്ലൂയിഡിറ്റിന്റെ യൂണിറ്റ് ചോദിച്ചാൽ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വിസ്കോസിറ്റിന്റെ യൂണിറ്റ് എന്താണോ അത് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഫ്ലൂയിഡിറ്റിന്റെ യൂണിറ്റ് ആയി. അത് ചോദിക്കില്ല. വിസ്കോസിറ്റിന്റെ യൂണിറ്റ് ചോദിക്കുള്ളൂ. ഞാൻ പറയാം, പാനിക് ആവണ്ട. ഏതെങ്കിലും ഒരു യൂണിറ്റ് അറിയെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഓപ്ഷൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയിക്കോട്ടെ.
Okay, moving to the next slide. ഇനി വിസ്കോസിറ്റിനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ ബൈഹാർട്ട് ചെയ്ത് ഒരിക്കലും പഠിക്കരുത്. ഇപ്പൊ നമ്മൾ ഫ്ലൂയിഡിറ്റി, നമ്മൾ ഫസ്റ്റത്തെ പിക്ചർ ആലോചിക്കുക, അതിൽ ഓയിൽ എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ എന്താ ഒരു വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിനെ ആലോചിക്കുന്ന സമയത്ത് അതിന് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ, ഇപ്പൊ സപ്പോസ് ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഒരു വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡിൽ മോളിക്യൂൾസ് കുറച്ച് അടുത്തടുത്തായിരിക്കും. സോ നമ്മൾ അതിന് ഒരു ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹീറ്റ് അല്ലെ. ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി എന്ത് പോകും? ഒരു എനർജി ഈ മോളിക്യൂൾസിന് പോകും. എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി, ഇപ്പം ലൈക്ക് ഒരു തെർമൽ എനർജി. സോ ഈ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അത് എനർജി കിട്ടുന്നു. എനർജി കിട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ലൈക്ക് അവരുടെ ആക്ടിവിറ്റി കൂടും, ഈ ഒരു മോളിക്യൂൾസിന്റെ ആക്ടിവിറ്റി കൂടും. അപ്പൊ എന്തായാലും നേരത്തെ മടിയന്മാരായിരുന്ന വിസ്കസ് ഫ്ലൂയിഡ് എന്തായിരിക്കും? കുറച്ചും കൂടെ മൂവ് ചെയ്യാൻ അവർക്ക് ഈസി ആയിരിക്കും. സോ ഹീറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി കൂടും അല്ലെ. മൂവ് ചെയ്യാനുള്ള എബിലിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ വിസ്കോസിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത് വിസ്കോസിറ്റിക്ക്? വിസ്കോസിറ്റി കുറയും. കുറയും, അതെ. അതായത് ഫ്ലൂയിഡിറ്റി ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ വിസ്കോസിറ്റി കുറയും. സോ സിമ്പിൾ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റിയിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? ദർ ഇസ് എ ഡിക്രീസ് ഇൻ ദി വിസ്കോസിറ്റി. ഓക്കെ, ഇനി വിസ്കോസിറ്റിയും ടെമ്പറേച്ചറുമായിട്ടുള്ള ഒരു വാരിയേഷൻ അല്ലെങ്കിൽ അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. അതായത് ഇത് കാണുമ്പോൾ ലൈക്ക് വളരെ ഡീപ്പായിട്ട് ഇക്വേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഇക്വേഷൻ എന്താണ് ഈ വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ അല്ലെ. അപ്പം അതിനെ രണ്ട് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഈറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു ഇ ബൈ ആർ ടി. ആൻഡ് അതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ലോഗരിതമിക് ഫോമിൽ എഴുതിയതാണ് ഇത്. ഓക്കെ, ദാറ്റ് ഈസ് ലോഗ് ഈറ്റ എന്ന് പറയുന്നത് എ ബൈ ടി പ്ലസ് ഇ. ഓക്കെ, സോ എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ആക്ച്വലി ഒരു കോൺസ്റ്റന്റ് ആണ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദി മോളിക്കുലർ വെയിറ്റ് ആൻഡ് മോളാർ വോളിയം. മോളിക്കുലർ വെയിറ്റിനും മോളാർ വോളിയത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് എ എന്ന് പറയുന്നത്. ടി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടെമ്പറേച്ചർ. ഇ എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി. അതായത് അവർക്ക് അവരുടെ ലൈക്ക് ഒരു എനർജി ബാരിയർ എത്തിപ്പെടാനുള്ള ഒരു ആക്ടിവേഷൻ എനർജി വേണം. അവർക്കൊരു ആക്ടിവേഷൻ എനർജി നീഡഡ് ആണ്. സോ ഇപ്പൊ വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിനെ വിസ്കോസിറ്റി കുറയ്ക്കണമെങ്കിൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് അവർക്ക് അവിടെ നിന്ന് അനങ്ങാനുള്ള ഒരു ആക്ടിവേറ്റ് ആവാനുള്ള ഒരു എനർജി, അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, സോ ലോഗ് ഈറ്റ ഇസ് ഈക്വൽ ടു എ ബൈ ടി പ്ലസ് ടി. സോ എ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ഡിപ്പെൻഡിങ് അപ്പോൺ മോളിക്കുലർ വെയിറ്റ് ആൻഡ് മോളാർ വോളിയം. ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. ഇ എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി പെർ മോൾ. ഓക്കെ, സോ ഒരു ലിക്വിഡിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താന്ന് വെച്ചാൽ അവിടെ മോളിക്യൂൾസ്, ആ ലിക്വിഡിലുള്ള മോളിക്യൂൾസ് എന്താവുന്നു? ഞാൻ പറഞ്ഞതുപോലെ മോർ ആക്റ്റീവ് ആവും. ഓക്കെ, ഞാൻ പറയുന്ന സമയത്ത് നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് ഹീറ്റ് ചെയ്യുന്നത് മനസ്സിൽ സങ്കല്പിക്കുക. വെള്ളമല്ല, കുറച്ച് വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ്. ഓക്കെ, ഇമാജിൻ ചെയ്യുക. അപ്പൊ അതിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ മോളിക്യൂള് കുറച്ചും കൂടെ ആക്റ്റീവ് ആകുന്നു. ഓക്കെ, സോ ഈ ഒരു ഇപ്പൊ നമ്മള് തണുപ്പുള്ള സമയങ്ങളിലൊക്കെ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? കുറച്ച് കട്ടയായിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അത് ഹീറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അത് കുറച്ചും കൂടി ആക്റ്റീവ് ആകുന്നു. സോ ഈ ഒരു ഇൻക്രീസ്ഡ് മോളിക്കുലർ ആക്ടിവിറ്റി അല്ലെങ്കിൽ മോളിക്കുലർ മോഷൻ എന്ന് പറയുന്നത് എന്ത് കാരണമാണ് ഉണ്ടാകുന്നത്? അവിടെ ആ മോളിക്യൂൾസിന്റെ ഇടയിൽ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ ഇടയിലുള്ള മോളിക്യൂൾസ് കണ്ടോ. അപ്പം സിമിലർ മോളിക്യൂൾസിന്റെ ഇടയിലുള്ള ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊഹസീവ് ഫോഴ്സ് എന്ന് വിളിക്കുക. എന്ത് വിളിക്കും? കൊഹസീവ് ഫോഴ്സ്. ഓക്കെ, ഇനി സിമിലർ അല്ല. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഓയിലിന്റെ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ. ഈ ഓയിലിന്റെ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ കൊഹസീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഗ്ലാസ്സിലാണല്ലോ നമ്മൾ ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. ഈ ഗ്ലാസിന്റെ മോളിക്യൂളും ഓയിലും തമ്മിലൊരു ഇന്ററാക്ഷൻ ഉണ്ടാവും അല്ലെ. അതിനെയാണ് നമ്മൾ അഡ്ഹെസീവ് ഫോഴ്സ് എന്ന് വിളിക്കുക. എന്താണ്?
അഡേഴ്സീവ് ഫോഴ്സ്. ഈ രണ്ട് ഫോഴ്സ് ഒന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ? ആ ഒരു രണ്ട് ഫോഴ്സിന്റെ കാര്യത്തിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. എക്സാമ്പിൾ വെച്ച് പഠിക്കുക. അപ്പം പെട്ടെന്ന് മനസ്സിൽ അത് കയറും. ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഓയിൽ ഡ്രോപ്സ് ഒഴിക്കുന്ന സമയത്ത് അവിടെ എന്താ, നമ്മൾ ഗ്ലാസ്സിൽ ഈ ഓയിൽ പറ്റി പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് അല്ലെ? അതായത് കൂടുതലും ഒരു കൂടി വരില്ല. ഈ ഓയിൽസ് ഇങ്ങനെ കൂടി നിൽക്കുന്നത് പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പം അതിനർത്ഥം എന്താണ്? അവിടെ കൊഹസീവ് ഫോഴ്സസ് ആണ് കൂടുതൽ എന്തിനേക്കാളും, അഡേഴ്സീവ് ഫോഴ്സിനേക്കാൾ. കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? Interaction between ഇന്ററാക്ഷൻ ബിറ്റ്വീൻ molecules. സിമിലർ പാർട്ട്. ഏത് മോളിക്യൂൾസ് ആണ്? ഗ്ലാസ്സിൽ ഓയിൽ ഉണ്ട്, ഗ്ലാസ് മോളിക്യൂൾസ് ഉണ്ട്, ഓയിൽ മോളിക്യൂൾസ് ഉണ്ട്. ആരൊക്കെ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് കൊഹസീവ് ഫോഴ്സ്? ഓയിൽ മോളിക്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ്. അതെ. അതുപോലെ തന്നെ വേറൊരു കൊഹസീവ് ഫോഴ്സും കൂടെ അവിടെ ഉണ്ടാവില്ലേ? ഓയിലും വെരി ഗുഡ്. ഗ്ലാസിന്റെ മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനും ഉണ്ട്. അവിടെ ഒരു സിമിലർ കൈൻഡ്, അതായത് സിംപിൾ അഡേഴ്സീവ് ഫോഴ്സേ ഉള്ളൂ. ദാറ്റ് ഈസ് ബിറ്റ്വീൻ ഏതൊക്കെ തമ്മില അഡേഴ്സീവ് ഫോഴ്സ്? Between glass and oil. യെസ്, ഗ്ലാസ് മോളിക്യൂളും ഓയിലും തമ്മിലുള്ള അതാണ് അഡേഴ്സീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ലിക്വിഡ് ഹീറ്റ് ആകുന്നു, മോളിക്യൂൾസ് കുറച്ചും കൂടെ ആക്റ്റീവ് ആകുന്നു. ഇൻക്രീസ്ഡ് മോളിക്കുലാർ ആക്ടിവിറ്റി അല്ലെങ്കിൽ മോളിക്കുലാർ മോഷൻ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഈ ഇടയിലുള്ള കൊഹസീവ് ഫോഴ്സ് നമ്മളവിടെ ബ്രേക്ക് അല്ലെങ്കിൽ ആ കൊഹസീവ് ഫോഴ്സ് കുറച്ച് കുറയ്ക്കാൻ ടെമ്പറേച്ചർ കൊടുക്കും. ആ കൊഹസീവ് ഫോഴ്സ് കുറയ്ക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഓയിൽസ് കുറച്ചുകൂടെ ആക്റ്റീവ് ആകുന്നത്, അതായത് ഈ മോളിക്യൂൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആകുന്നത്. സോ ആ ഒരു കൊഹസീവ് ഫോഴ്സിന്റെ എക്സ്പെൻസിലാണ്, അതായത് അതിനെ നഷ്ടപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ മോളിക്കുലാർ ആക്ടിവിറ്റി കൂട്ടുന്നത്. സോ അങ്ങനെ ഈ ലിക്വിഡ് എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടെ കുറവ് റെസിസ്റ്റൻസ് അല്ലെ, ആ ഒരു കൊഹസീവ് ഫോഴ്സും കൂടെ ബ്രേക്ക് ചെയ്തപ്പം ലിക്വിഡിന് കുറച്ചും കൂടെ തടസ്സം കുറഞ്ഞു. മറ്റേത് ഈ ലിക്വിഡ്സിന്, ഈ ഓയിലിനെ അവർ തന്നെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു, അതായത് കൊഹസീവ് ഫോഴ്സ് വഴി. സോ ആ ഹീറ്റ് ചെയ്യുമ്പം ആ കൊഹസീവ് ഫോഴ്സ് അവിടെ നഷ്ടപ്പെടുന്ന എന്ത് സംഭവിക്കുന്നു, അവർക്ക് ഉള്ള തടസ്സം, അതാണ് നമ്മൾ ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ റെസിസ്റ്റൻസ് അവിടെ എന്താകുന്നു, കുറച്ചും കൂടെ ലെസ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് വിസ്കോസിറ്റി കുറയുന്ന സമയത്ത് ലിക്വിഡിന് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, ലിക്വിഡ് എന്താവും, കൂടുതൽ മൊബൈൽ ആവും. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു എന്തായിരുന്നു, വിസ്കോസിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു എന്ന് പറഞ്ഞു അല്ലെ? വിസ്കോസിറ്റി കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി വിൽ ബി ഡിക്രീസിങ്. അപ്പൊ ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി എങ്ങനെ കുറയുന്നു എന്നുള്ളതിന്റെ ഒരു പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഡെഫിനിഷനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ഗ്ലാസിന്റെയും ഓയിലിന്റെയും കാര്യം വെച്ചിട്ട്. ഓക്കെ, എന്താണ് ടെമ്പറേച്ചർ കൊടുക്കുന്നു, ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇതാണ് ഓയിൽ മോളിക്യൂൾസും ഗ്ലാസും. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള എന്ത് ഫോഴ്സ് ആയിരുന്നു, കൊഹസീവ് ഫോഴ്സ് അവിടെ കുറച്ച് കുറയുന്നു, ഒന്നൊക്കെ ബ്രേക്ക് ആവുന്നു അല്ലെങ്കിൽ കുറയുന്നു. അപ്പൊ ആ കൊഹസീവ് ഫോഴ്സിന്റെ എക്സ്പെൻസിലാണ് എന്ത് സംഭവിക്കുന്നത്, ഇവിടെയുള്ള ഫ്ലൂയിഡിറ്റി അല്ലെങ്കിൽ ആ മൂവ്മെന്റ്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഓയിലിന് മൂവ് ചെയ്യാനുള്ള ഒരു തടസ്സം, ആ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, അവിടെ ഇല്ലാണ്ടാകും. ഓക്കെ, സോ അങ്ങനെയാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നത്. ഓക്കെ, സോ ഈ ടെമ്പറേച്ചറും വിസ്കോസിറ്റിയും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷനെ സൂചിപ്പിക്കുന്ന ഇക്വേഷൻ ആണ് ഇറ്റാസ് ഇക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു ഇ ബൈ ആർ ടി. ഏത് ഇക്വേഷൻ ഉണ്ടെങ്കിലും അതിന്റെ കൂടെ അത് എന്തൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റ് പഠിച്ചു പോവുക. കാരണം ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും എക്സാമിന് ലൈക്ക് ഒരു ഇക്വേഷൻ തന്നു ലൈക്ക്, അതായത് ഇപ്പൊ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, സപ്പോസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ viscosity and temperature can be expressed in the term of equation eta is equal to a e raised to e by RT. What does a in the equation denote? അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ നമുക്ക് എന്ത് പറയാം, that is a constant
ഡിപ്പെൻഡിങ് അപ്പോൺ ദി മോളിക്കുലർ വെയിറ്റ് ആൻഡ് മോളാർ വോളിയം. അപ്പൊ ഈ കോൺസ്റ്റന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മോളിക്കുലർ വെയിറ്റും മോളാർ വോളിയം മാറുന്നതിനനുസരിച്ച് ഈ കോൺസ്റ്റന്റ് മാറും. അല്ലാണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് ഒരു ക്രിട്ടിക്കൽ കോൺസ്റ്റന്റ് അല്ല. ഓക്കെ, ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്, ഇ എന്ന് പറയുന്നത് അക്യുവേഷൻ എനർജി പെർ മോൾ. അത്രയും തല പൊളിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഓരോ ടേംസും എന്താണ്, ഈ ഒരു ഇക്വേഷനും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വിസ്കോസിറ്റി. ഓക്കെ, ബിഫോർ മൂവിങ് ഞാൻ ടെമ്പറേച്ചറിന്റെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. നമ്മൾ ലോഗിലേക്ക് ആക്കിയപ്പം ലോഗ് ഈറ്റ ഇസ് ഈക്വൽ ടു എ ബൈ ടി പ്ലസ് ഇ എന്ന് കൊടുത്തു അല്ലെ. അതിൽ എ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു, ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോഗ് ഈറ്റ വാല്യൂ കൂടുമ്പം, അതായത് ഈറ്റ വാല്യൂ കൂടുമ്പം എ ബൈ ടി എന്ന് പറയുമ്പോൾ അതായത് ടെമ്പറേച്ചർ താഴെയാണ് അല്ലെ, ഡിനോമിനേറ്റർ ആണ്. അപ്പൊ ഇത് കൂടുമ്പോൾ ടെമ്പറേച്ചർ കുറയും, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് നമുക്ക് പറയാം. അപ്പൊ ഒരു ഒരു സപ്പോസ് ഒരു ഡയഗ്രാം വരയ്ക്കുക, അതായത് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ ലോഗ് ഈറ്റ, അതുപോലെ തന്നെ ഇവിടെ ടെമ്പറേച്ചറും കൊടുത്തിട്ട് ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഈ ലോഗ് ഈറ്റ എഗെയിൻസ്റ്റ് ദിസ് റെസിപ്രോക്കൽ ഓഫ് 1, അതായത് ലോഗ് ഈറ്റയും 1/t തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ സ്ട്രെയിറ്റ് ലൈൻ. എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അത് ഓർത്തിരിക്കുക. അപ്പൊ ലോഗ് ഈറ്റയും 1/t തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഇനി അതിന്റെ കൂടെ നിങ്ങൾ ലൈക്ക് നോട്ട് എന്ന് പറഞ്ഞ് എഴുതി വെക്കേണ്ട ഒരു കാര്യം റിഗാർഡിങ് ആൽബുമിൻ സൊല്യൂഷൻ. അതായത് ഏതൊരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാലും നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ വിസ്കോസിറ്റി കുറയുന്നു പറഞ്ഞു അല്ലെ. പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് റെയർ എക്സെപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നാണ് എന്ത്, ആൽബുമിൻ സൊല്യൂഷന്റെ കേസ്. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം ആൽബുമിൻ സൊല്യൂഷന്റെ വിസ്കോസിറ്റി ഒരു സർട്ടൻ സ്റ്റേജ് വരെ ഡിക്രീസ് ചെയ്യും. അതിനുശേഷം പെട്ടെന്ന് കൂടും, പിന്നെ വീണ്ടും കുറയും. ഓക്കെ, അങ്ങനെയാണ് ആൽബുമിൻ സൊല്യൂഷന്റെ കേസിൽ വിസ്കോസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ എപ്പോഴും ആലോചിക്കുക, വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ലൈക്ക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഡിക്രീസസ് എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ എവിടെയും ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ സപ്പോസ് ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ആൽബുമിൻ സൊല്യൂഷൻ ഇസ് ഇൻക്രീസ്ഡ്, വിസ്കോസിറ്റി ഓഫ് എച്ച് ഡാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻസ് കറക്റ്റ് പഠിക്കുക. ഓക്കെ, അപ്പം ഒറ്റയടിക്ക് ഡിക്രീസ് അല്ല. ആദ്യം എന്ത് സംഭവിക്കുന്നു, ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് ആദ്യം ഒരു സർട്ടൻ സ്റ്റേജ് വരെ ഡിക്രീസ് ചെയ്യുന്നു, പിന്നെ അതിനുശേഷം ഒരു പെട്ടെന്നൊന്ന് കൂടുന്നു, പിന്നെ ഈക്വലി ഒരു സഡൻ ഫോൾ വരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫാക്ടർ ഇസ് പി എച്ച്. എഫക്ട് ഓഫ് പി എച്ച് എന്ന് പറയുന്നത് ലൈക്ക് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടൊരു എഫക്റ്റ് ആണ്. അതായത് നമുക്ക് ലൈക്ക് കണ്ണടച്ച് പറയാൻ പറ്റില്ല, അതായത് ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മാക്രോമോളിക്യൂൾസ്, അതായത് ഒരു സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് പോസിറ്റീവും നെഗറ്റീവ് ചാർജസും ഉണ്ടാവും അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും ഉള്ളതിനെ നമ്മൾ പോളി ഇലക്ട്രോലൈറ്റ്സ് എന്നാണ് വിളിക്കുക. സോ ഈ ചാർജസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ആ മാക്രോമോളിക്യൂൾസിന്റെ എഫക്ട്സിനെ ബാധിക്കും. അപ്പം പി എച്ച് ജസ്റ്റ് ലൈക്ക് എന്താ പറയാ, ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ട് ഡിഫറൻസ് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. പ്രഷറിന്റെ കേസ് ആണെങ്കിൽ ആസ് പ്രഷർ ഇൻക്രീസസ് വിസ്കോസിറ്റി എന്ത് സംഭവിക്കുന്നു, ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മളൊരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അവിടെ വിസ്കോസിറ്റിക്ക് ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, വിച്ച് മീൻസ് ദേ ബിയർ എ ലീനിയർ റിലേഷൻഷിപ്പ്. അതായത് പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വിസ്കോസിറ്റി, ടെമ്പറേച്ചർ പോലെ അല്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് കെമിക്കൽ കമ്പോസിഷൻ. കെമിക്കൽ കമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ്സിന്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ജനറലി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ സൈസ്, ഷേപ്പ്, ഫ്ലെക്സിബിലിറ്റി, റൊട്ടേഷണൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ്, അങ്ങനെ ഒരുപാട്. അതായത് ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ സൈസ്, ഷേപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ വിസ്കോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്ന അത്രയും കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇപ്പം സപ്പോസ് എടുക്കുകയാണ്, അതിലുള്ള പാർട്ടിക്കിൾ വളരെ ലാർജ് ആയിട്ട് വളരെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണെങ്കിൽ അതിന്റെ വിസ്കോസിറ്റി വളരെ കൂടുതലായിരിക്കും. നമുക്ക് ആലോചിച്ചാൽ മതി, പാർട്ടിക്കിൾ വളരെ വലുതാണ്, ഇങ്ങനെ
ഇങ്ങനെയുള്ള ഒരു പാർട്ടിക്കിളാണ് ആ പാത്രത്തിൽ. ഓക്കെ, ഒരു സൊല്യൂഷൻ ഉള്ളത്. അതിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു പാർട്ടിക്കിളാണ്. ആർക്കാണ് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുക? എക്കാണോ ബിക്കാണോ? ബി. ആർക്കായിരിക്കും? ബിക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. എക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. വിച്ച് മീൻസ് എക്ക് വിസ്കോസിറ്റി കൂടുതലായിരിക്കും. സോ ലിക്വിഡ്സ് വിത്ത് ലാർജ് ഇലോങ്ങേറ്റഡ് മോളിക്യൂൾസ് ഷോ ഹൈ വിസ്കോസിറ്റി. പിന്നെ ലാർജ് എമൗണ്ട്സ് ഓഫ് ഡിസോൾവ്ഡ് സോളിഡ്സ് ഇൻക്രീസ് വിസ്കോസിറ്റി. ഇപ്പൊ ഒരു സൊല്യൂഷനിൽ നമ്മൾ ഒരുപാട് സോൾട്ട് എടുത്തു. ഓക്കെ, മറ്റൊരു കുറച്ച് സോൾട്ട് എടുത്തുള്ളൂ. ഇതിന്റെ വിസ്കോസിറ്റി മറ്റതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം എന്ന് പറയുമ്പം ഒന്നുമില്ല, ഓരോ ഒബ്ജക്ട്സിന് ഒക്കുപ്പൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്പേസ് ആലോചിച്ചാൽ മതി. അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള വോളിയം. സോ ആ A.J. വാറ്റ്സ്റ്റിൻസ്കി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, ഓക്കെ, അതായിരുന്നു A.J. in 1930. ഓക്കെ, ഇദ്ദേഹമാണ് ഒരു വിസ്കോസിറ്റി സ്പെസിഫിക് വോളിയം ഓഫ് എ ലിക്വിഡും തമ്മിൽ ഒരു റിലേഷൻ കൊണ്ടുവന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിട്ടുണ്ട് ഈറ്റ ഇസ് ഈക്വൽ ടു സി ബൈ ബി മൈനസ് ബി. ഓക്കെ, അതാണ് ഇക്വേഷൻ. സ്പെസിഫിക് വോളിയം വിസ്കോസിറ്റിയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. അതെന്താണ്? സ്പെസിഫിക് വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യണം. ഇവിടെ ബി എന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയം ഓഫ് എ ലിക്വിഡ് ആണ്. ബിയും സി എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ സ്പെസിഫിക് വോളിയത്തിന്റെ കേസ്. ഓക്കെ, അത്രേ അറിഞ്ഞിരിക്കേണ്ട കാര്യമുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അതിൽ ഫാക്ടേഴ്സിൽ. ഓക്കെ, സിഗ്നിഫിക്കൻസ് ഓഫ് വിസ്കോസിറ്റി. എന്തൊക്കെയാണ് വിസ്കോസിറ്റിയുടെ സിഗ്നിഫിക്കൻസ്? ഒന്ന്, വിസ്കോസിറ്റി ഓഫ് ബ്ലഡ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളെ ബ്ലഡിനാണോ അതോ വാട്ടറിനാണോ വിസ്കോസിറ്റി കൂടുതൽ? ബ്ലഡിനാണ് വിസ്കോസിറ്റി കൂടുതൽ. യെസ്, വെരി ഗുഡ്. സോ അങ്ങനെ വിസ്കസ് ആയിരിക്കണമെങ്കിൽ ലൈക്ക് അത് കാരണം കുറച്ച് സിഗ്നിഫിക്കൻസ് ഉണ്ടാവും നമ്മുടെ ബോഡിക്ക്. എന്തൊക്കെയാണ് ആ ഒരു സിഗ്നിഫിക്കൻസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ ഹെൽത്ത്, ഹ്യൂമൻ ഹെൽത്ത് ആണെങ്കിലും സിസ്റ്റംസ് ആണെങ്കിലും ഒക്കെ അതിൽ ഒരു വൈറ്റൽ ഫങ്ഷൻസ് ഉണ്ട് ആക്ച്വലി വിസ്കോസിറ്റി എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സിന്. ഇപ്പൊ ബ്ലഡില് വിസ്കോസിറ്റി, അതായത് ബ്ലഡിന്റെ മീഡിയത്തിലുള്ള വിസ്കോസിറ്റിയിൽ ഒരു സ്ലൈറ്റ് ചേഞ്ച് വന്നാൽ തന്നെ അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. ജനറലി ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് ഈ വിസ്കോസിറ്റിയുമായിട്ട് ലൈക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ്. അതായത് ഫ്ലോ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വിസ്കോസിറ്റി. വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ ബ്ലഡിന്റെ ഫ്ലോ അവിടെ കുറയും. സോ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഈ ഹെമറ്റോക്രിറ്റ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഹെമറ്റോക്രിറ്റ് വാല്യൂ എന്ന് കേട്ടിട്ടുണ്ടോ? ലൈക്ക് മെഡിക്കൽ ഫീൽഡിൽ വന്നവരാണെങ്കിൽ ഹെമറ്റോക്രിറ്റ് വാല്യൂ, അതായത് കുറച്ചും കൂടെ അറിയുമായിരിക്കും. കേട്ടിട്ടുണ്ടോ ഹെമറ്റോക്രിറ്റ്? യെസ്, വെരി ഗുഡ്. PCV ഓർ പാക്ടിസൽ വോളിയം അല്ലെ. ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ആ ഒരു എന്താ RBC, റെഡ് ബ്ലഡ് സെൽസിൽ, അതായത് ബ്ലഡിൽ എത്രത്തോളം പെർസെൻറ്റേജ് ആണ് എറിത്രോസൈറ്റ്സ് ഒക്കുപ്പൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹെമറ്റോക്രിറ്റ്. സോ വിസ്കോസിറ്റി ഈ ഒരു ഹെമറ്റോക്രിറ്റ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക ബ്ലഡിന്റെ കേസിൽ. സോ ലാർജ് വെസൽസ്, ഇപ്പം അയോട്ട അതുപോലെ വെയിൻസിലൊക്കെ ഈ പറയുന്ന ഹെമറ്റോക്രിറ്റ് വാല്യൂവിന് വിൽ ബി ഹൈ. എന്നാൽ ചെറിയ ചെറിയ വെസൽസ്, കുഞ്ഞു കുഞ്ഞു വെസൽസ്, കാപ്പിലറീസ് ആയിക്കോട്ടെ വെയിൻസ് ആയിക്കോട്ടെ, അവരുടെയൊക്കെ ലോ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, സോ ഈ ഹെമറ്റോക്രിറ്റ് മാത്രമല്ല ഈ ബ്ലഡിലുള്ള ഇമ്യൂണോഗ്ലോബുലിൻസ് അതുപോലെ പ്ലാസ്മ പ്രോട്ടീൻസ് ഒക്കെ ഈ ഒരു ബ്ലഡിന്റെ വിസ്കോസിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, വിസ്കോസിറ്റി ഓഫ് ബ്ലഡിനെ അഫക്ട് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് ഹെമറ്റോക്രിറ്റ് ഓർ PCV, ഇമ്യൂണോഗ്ലോബുലിൻസ്, ഒന്നുമില്ല ആന്റിബോഡീസ്. ഓക്കെ, ഇമ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്ന ആന്റിബോഡീസ് നോക്കുക. ആൻഡ് വാട്ട് other plasma proteins, albumin, globulin, fibrinogen. ഓക്കെ, ഇതൊക്കെയാണ് ബ്ലഡിന്റെ വിസ്കോസിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനിയിപ്പം ചില കണ്ടീഷൻസ്, അതായത് നമ്മുടെ
ബ്ലഡിന്റെ വിസ്കോസിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ നമ്മുടെ ഹാർട്ടിന്റെ ഫംഗ്ഷനെ തന്നെ ബാധിക്കും. അതായത് ഹാർട്ടിന്റെ പമ്പിങ്ങിലൊക്കെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നോർമൽ വിസ്കോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. വിസ്കോസിറ്റി ഒന്ന് കൂടുകയോ കുറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലോ റേറ്റിനെ ബാധിക്കും. ഈ ഫ്ലോ റേറ്റ് ഇൻഡയറക്ട്ലി എന്തിനു സംഭവിക്കും? ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഹാർട്ടിന്റെ റേറ്റ് ആ ഒരു ബീറ്റിംഗ് ഋതത്തിനുള്ള ഒരു ചേഞ്ചസ് വരും. ഓക്കെ, സോ വിസ്കോസിറ്റി ചേഞ്ചസ് ഇൻ മസിൽ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് വൺ. ഓക്കെ, അപ്പം വിസ്കോസിറ്റി ഓഫ് ബ്ലഡ് അത്രയും കാര്യം അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് വിസ്കോസിറ്റി ചേഞ്ചസ് ഇൻ മസിൽസ്. ഓക്കെ, സോ ബ്ലഡിലുള്ള വിസ്കോസിറ്റി വർക്കിംഗ് ഓഫ് ഹാർട്ടിനെ ബാധിക്കും എന്ന് പറഞ്ഞു. അതിന്റെ ഒരു എക്സാമ്പിൾ വേറൊരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ പോളിസൈത്തീമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. പോളിസൈത്തീമിയ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ RBC ലെവൽ കൂടുക. RBC ലെവൽ കൂടുമ്പം ഈ എന്ത് സംഭവിക്കുന്നു? വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ഹാർട്ടിന്റെ വർക്ക് അവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഒരു അനീമിക് പേഴ്സൺ ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു അനീമിക് പേഴ്സൺസിന്റെ കേസിൽ റെസിസ്റ്റൻസ് അവിടെ കുറയും. അതുപോലെ തന്നെ സൈനോസിസ്, പോളിസൈത്തീമിയ, മൾട്ടിപ്പിൾ മൈലോമ, ഡയബറ്റിസ് അങ്ങനത്തെ കേസസിലൊക്കെ ഈ പറയുന്ന ബ്ലഡ് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പിന്നെ വിട്രസ് ബോഡി വിസ്കോസിറ്റി ചേഞ്ചസ് ഇൻ മസിൽസ്, അതായത് മസിൽസിലും ഇതുപോലുള്ള വിസ്കോസിറ്റി ചേഞ്ചസ് ഇറ്റ് അഫക്ട്സ് ദി ലോക്കോമോഷൻ ഓഫ് ദി ബോഡി. നമ്മുടെ ബോഡി മൂവ്മെന്റ്സിനൊക്കെ വല്ലാണ്ട് അഫക്ട് ചെയ്യുന്നു. വിട്രസ് ബോഡി എന്ന് പറഞ്ഞാൽ വിട്രസ് ബോഡി എവിടെയും കേട്ടിട്ടുണ്ടോ? കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ നമ്മുടെ ബോഡിയിൽ? In the eyes. യെസ്, വെരി ഗുഡ്. ഐസിൽ അല്ലെ? ഐസിൽ 2 ചേമ്പേഴ്സ് ഉണ്ട്, അക്വസ് ചേമ്പേഴ്സും വിട്രസ് ചേമ്പേഴ്സും. അതില് അക്വസ് ചേമ്പേഴ്സ് അക്വസ് ഹ്യൂമർ ഫിൽ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. വിട്രസ് ചേമ്പർ എന്ന് പറയുന്നത് വിട്രസ് ഹ്യൂമർ അല്ലെ? അതൊരു എനിക്ക് തോന്നുന്നു വിട്രസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്, കുറച്ചും കൂടി കട്ടി കൂടുതലാണ്. മറ്റേത് കുറച്ചുകൂടെ വാട്ടറി ആണ് അക്വസ്. സോ ഈ വിട്രസ് ബോഡിയിലും അതിന്റെ ആ ഒരു വിസ്കസ് നേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൾസോ സൈനോവിയൽ ഫ്ലൂയിഡില് ഈ പറയുന്ന നമ്മുടെ ഹൈലറോണിക് ആസിഡ്സ്, ഹെപ്പാരിൻ സൾഫേറ്റ്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. സോൾട്സിന്റെ ഡിസൊല്യൂഷൻ കാരണം ഇറ്റ് വിൽ അഫക്ട്സ് ദി വിസ്കോസിറ്റി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എങ്ങനെയാണ് വിസ്കോസിറ്റിനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, so that is about the significance of viscosity.